വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനിപ്പോ അപ്പൊ നമ്മൾ എന്താണ് വന്നിരിക്കുന്നത്? കുഞ്ഞാപ്പൂന്റെയും കോയയുടെയും കല്യാണത്തിന്റെ വിഷയമാണ്. ഓത്തും കുഞ്ഞാപ്പോ ഇവിടെ വന്നാണ് ഇപ്പൊ എൻ്റെ കുട്ടി. എന്താ പറ്റിയേ? എനിക്ക് നമുക്ക് ടൂറ് പോവല്ലേ? എവിടേക്കാപ്പാ ഇപ്പച്ചേ? എനിക്ക് സഹിക്കാൻ പറ്റില്ല പച്ചേ. എനിക്ക് വേറെ എന്താ കുഞ്ഞാപ്പോ ഇത്? കുഞ്ഞു കുട്ടികളെ മാറി അഭിനയിക്കുക എന്തിനാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഇപ്പച്ചേ അവന് കള്ളം പറയുവാണ് ഇപ്പച്ചേ. അവർക്ക് ഒരു കുഴപ്പമില്ല. നീ മിണ്ടാതിരിക്കടി. നിന്റെ കുട്ടിക്ക് കുഴപ്പമില്ല ഞാനത് തീരുമാനിക്കാം. നീയാണോ? ഈ കൊമ്പങ്കാട് തറവാട്ടിലെ ആദ്യത്തെ ആയിട്ടുള്ള കുഴപ്പമാണ്. എൻ്റെ ആദ്യത്തെ കൺമണിയാണ് എൻ്റെ കുഞ്ഞാപ്പോ. എൻ്റെ കുഞ്ഞാപ്പോ മാടെ കുട്ടിയുടെ വന്നാണ് എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ. അല്ല പച്ചി, എൻ്റെ ബർത്ത്ഡേക്ക് എന്താ വാങ്ങണത്? നിനക്കെന്താ വേണ്ടത്? നിനക്കറിയില്ലല്ലോ. നീ പറഞ്ഞോളൂ. എൻ്റെ കൊമ്പങ്കാട് കോയക്ക് എന്താണ് കഴിയാത്തത്? അമ്മാതിരി മുതലക്കാരത്തിയല്ലേ? അല്ലപ്പറ്റി എൻ്റെ കുടിരിക്കലിനൊന്നും കെട്ടിയിട്ടില്ലല്ലോ. കൊമ്പങ്കാട് തറവാട്ടിൽ കുടിരിക്കലുണ്ടെങ്കിലും ആഡംബരം വെച്ച കല്യാണം കുടിരിക്കലൊക്കെ നടത്താൻ ഇപ്പച്ചിയുടെ കുട്ടി വിഷമിക്കണ്ടട്ടാ. അതൊക്കെ നമുക്ക് അതിൻ്റെ വഴിക്കൂടെ നടക്കാം. ഇന്നാലിപ്പച്ചി എനിക്ക് ഓൾക്കല്ല വായി കൊടുക്കണം. എനിക്കൊന്ന് വായി തരല്ലോ. എന്തുകൊണ്ടാണ് നീ നിനക്ക് അറിയല്ലോ? ഞാൻ ഒറ്റ പൊട്ടിച്ചല് പടേ പടേ ടിഷോ അങ്ങോട്ട് പൊട്ടിച്ചു. എൻ്റെ പൊന്നുപ്പറ്റി എൻ്റെ മകളാകെ താട്ട ഇമ്മച്ചേ എനിക്ക് വയ്യ പച്ചേ. എന്താ കുഞ്ഞപ്പോ എന്നെ രണ്ടാമത് തല്ലുകൂടിക്കണ്? ഇപ്പച്ചേനെ തച്ചുപോയി. നമുക്ക് കിട്ടും. രണ്ടടി കിട്ടാത്തതിൻ്റെ കുറവൊക്കെ ഉണ്ട്. അടി കിട്ടിയേ പറ്റൂല. ഒരെണ്ണം കൊടുത്തു. അപ്പം എങ്ങനെ കുഞ്ഞാപ്പൂ സെഞ്ഞ് പുതുമാരൻ കുഞ്ഞാപ്പൂനല്ല അന്ന കോയയുടെ ഒരു കല്യാണപ്പാട്ടോ. പുതുമാരൻ കോയാക്കാൻ്റെ പൂമല ചാർത്തിയ സൈന പുതുമാരൻ കോയാൻ്റെ സൈന. I love you so much. Thank you. വാ, എങ്ങനെയുണ്ട് നമ്മുടെ മിമിക്രി? സൂപ്പറായിട്ടുണ്ടോ മക്കളെ? അപ്പോൾ കുഞ്ഞാപ്പും കോയ ഇപ്പോൾ ഇവിടെ തരംഗമായി ഭയങ്കര ഹിറ്റായി നടക്കുവാണ് കേട്ടോ. എല്ലാവർക്കും കുഞ്ഞാപ്പൂവിന് ഇഷ്ടമാണ്, കോയന് ഇഷ്ടമാണ്. മക്കളെ അവറ്റകളെ ഒരു കോമഡി എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞടിക്കാൻ വയ്യില്ല, ഒരു ലക്ഷ്യമില്ല. സങ്കടം വരുമ്പോൾ അതൊന്നും എടുത്ത് കണ്ടാൽ മതി, വന്നെ സങ്കടം തന്നെ മാറിക്കോളും എൻ്റെ പൊന്നു മക്കളെ. അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ക്യാരക്ടറാണ് അവർ തമ്മിൽ. ഭയങ്കര അടിപിടിയാണ് അവരെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ. കോയയുടെ സ്റ്റൈല്, കോയ നമ്മളെ ഇഷ്ടയുടെ ഷൂ ഒക്കെ ഇട്ടിട്ട് നടക്കണാണേ. നമുക്ക് കോയനല്ല ഇഷ്ടമായിക്കണ് എന്നുവെച്ചാൽ നല്ല മെച്ചോർഡായിട്ടുള്ള ചുള്ളനാണ് ആൾ. വേഷം കെട്ടിയപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ആയിരിക്കും എല്ലാവരും. ഗ്ലാമറൊക്കെ പോയിട്ട് പൊടിയൊക്കെ നിരച്ച് പല്ലൊക്കെ പോയിട്ട്. അപ്പം എൻ്റെ പല്ല് പോയ കാര്യം നിങ്ങൾ പറയരുത് കേട്ടോ. എൻ്റെ പല്ല് ഞാൻ വരച്ചതാണ് കേട്ടോ. പൊട്ടിട്ട് നെണ്ട് കടിച്ചപ്പോൾ പൊട്ടിപ്പോകും മക്കളെ. പാത്രത്തിൽ കിട്ടി നിന്നൊരൊറ്റ ചാട്ടം. ഞാൻ നോക്കുമ്പോൾ പല്ലി ഏതായാലും ചാടിക്കാൻ നോക്കുമ്പോൾ പല്ലിയല്ല മക്കളെ, എൻ്റെ പല്ലാണ് പൊട്ടിപ്പോയത്. എനിക്ക് എത്രമാത്രം വിഷമമുണ്ടെന്നറിയാം. ഫ്രണ്ടിത്തെ പല്ലാ പോയത്. സ്വർണ്ണപ്പല്ല് വെക്കാൻ പോലും പൈസ ഇല്ലാത്തവനാണ് ഞാൻ പാവപ്പെട്ടൊരു യൂട്യൂബറാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ആരുമില്ല, എൻ്റെ പടച്ചറപ്പ് മാത്രമുള്ളത്. ഈ സങ്കടത്തിൻ്റെ നടുവിൽ എങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കുക? എനിക്ക് കഴിയുന്നില്ല റബ്ബേ. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പഠിച്ചോനെ. നേരത്തെ
കെഞ്ചി കരയുന്നു. നമുക്ക് ആശ്രയം പടച്ച റബ്ബിനോടാണ്. ആരോട് സങ്കടം പറയാൻ പാടില്ല. നമ്മളെ റബ്ബിനോട് സങ്കടം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ നമുക്ക് സന്തോഷം അനുഗ്രഹവും ഈ ജീവിതത്തിൽ ഇത്രയും പ്രതീക്ഷ ഉണ്ടെങ്കിൽ, ഈ സെലു കിച്ചൺ വളവരും ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പടച്ച തപ്പിൻ്റെ പിന്തുണ ഉണ്ടായത് കൊണ്ടാണ്, അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. ഞാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കാറില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവരെ എന്തെങ്കിലുമൊക്കെ തരും. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ, നല്ല സപ്പോർട്ടിലാണ്. നിങ്ങളെ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എല്ലാ ഫോളോവേഴ്സിനും ഈ സെലു കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ആയി പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു, അസ്സലാമു അലൈക്കും. അപ്പോൾ വളരെ സങ്കടത്തോടെ ഞാനിങ്ങനെ പറയുന്നത്, ഉള്ളിൽ വിഷമവും പുറത്ത് പുഞ്ചിരിയുമായ ഈ സെലു കിച്ചനെ കാണുമ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ ഹോട്ടലിൽ കയറി ടോർച്ചിക്കലിട്ടോ, ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, സ്കൂൾ കുട്ടികൾ. അവരിങ്ങനെ കളിയാക്കണം കേട്ടോ, കളിയാക്കുന്ന ഒരുമാതിരി കോമാളി വേഷം കെട്ടുന്ന ഒരു രീതിയിൽ. പക്ഷേ നമ്മൾ മക്കൾ നമ്മൾ അച്ചടക്കത്തോടെ ഇത് വല്ല ചന്തയിൽ പോയ മാതിരി കേട്ടോ ഈ കുട്ടികൾ കടന്ന് ഒരു അച്ചടക്കം പാലിക്കണം. ബസ്സിലായാലും ഒരു സൈലൻ്റ്, ഒരു സംസ്കാരമില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാക്കക്കുറേമരം മാതിരി ആ ഹോട്ടൽ മൊത്തം കടവ് സൗണ്ടിൽ. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യട്ടാ. എന്തിനാ മക്കളെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് അറിയപ്പോഴോ? ശരി താത്ത ഇങ്ങനെ ഒരുമാതിരി കൊലയാക്കും പോലെ രീതിയിൽ ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മളെന്താന്ന് വെച്ചാൽ മക്കൾക്ക് ഒരു അപ്പുറത്തെ ടേബിളും കുറച്ച് കുട്ടികളുണ്ട്, അവരങ്ങനത്തെ സീനൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവർ കടന്ന് കെട്ട് കട ചിറിച്ചിട്ടും ആകെ അവിടെ ക്ലാസ് പൊട്ടിച്ചു. ടോർച്ചിക്കലെ ക്ലാസ് അടക്കം ആ ചെക്കന്മാരിൽ നിന്ന് കൈ വീണ് പൊട്ടി. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര സീനാണ്. ഭയങ്കര അച്ചടക്കമൊന്നുമില്ല, സ്റ്റാൻഡേർഡും ഇല്ല. ആരോടാ എന്തായാലും അവരാരുടെ തൊള്ളയിൽ നോക്കിയിരിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കുഴപ്പങ്ങളാണ്, മാതാപിതാക്കളുടെ ഒറ്റ കുഴപ്പങ്ങളാണ്. നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാർ. അച്ചടക്കത്തോടെ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഈ മക്കൾ ഹെൽമെറ്റ് ഇല്ലാതെയും പ്രായപൂർത്തിയായ മക്കൾ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മാതാപിതാക്കളെ മാത്രമാണ്. ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കൾ കാരണം നിങ്ങൾ നരകക്കുണ്ടിലാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മക്കളെ ശ്രദ്ധിക്കണം. മക്കളെ ഒരുമാതിരി മൊബൈൽ കൊടുത്ത് കണ്ണിക്കണ്ടതൊക്കെ കണ്ടിട്ട് അവർ പ്രവർത്തിക്കുന്ന ഓരോ കുട്ടികളും റോഡിൻ്റെ അരികിൽ വല്ല ഈ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. പഠിച്ചവനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു പോയി. ഈ കുട്ടികൾ ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ, എന്താണ് ഇങ്ങനെ വഴിതെറ്റി പോകുന്ന കുട്ടികളെന്ന് കണ്ടിട്ടാകെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പലവരോടൊക്കെ പറയും, എന്താ നിങ്ങളിവിടെ ചുറ്റിക്കറങ്ങണം? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കോട്ടക്കുന്നിക്ക് ഒരു ദിവസം പോയപ്പോൾ ഉണ്ട് 2 ആൾ പൊന്തേന്ന് വരുന്നു. എന്തിനാണ് മക്കളെ ഈ പൊന്തേൽ കിടക്കണം? അപ്പം ഞങ്ങൾ 2 ആളും, എനിക്കറിയാലോ നമുക്കിപ്പോൾ എന്താണെന്നൊക്കെ അറിയാം ഈ മക്കളുടെ കാര്യം. മക്കൾ ഇപ്പം തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല, കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് നല്ലത്. ഒരാണിൻ്റെ കൈ പിടിക്കാതെ നടക്കണില്ലേ? ഇപ്പം 2 ആൾ വയനാട് പോയപ്പോഴും അതന്നെ സ്ഥിതി. എൻ്റെ പൊന്നു മക്കളെ, കുട്ടികളെ കുറ്റം പറയല്ല. കുട്ടികളെ നേർവഴിക്ക് പെൺകുട്ടികളാണ് വഴി തെറ്റിപ്പോവും. 15 വയസ്സിൽ അതായി ഇതായി ഇത് പറഞ്ഞിട്ട് നാണക്കേട് ഉണ്ടാക്കണ്ട. നിങ്ങളെ മക്കളെ നല്ലപോലെ വളർത്തിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ തല കൊണ്ടിട്ട് നടക്കേണ്ടി ഗതികേടിലാവും. അതുകൊണ്ട് ഓരോ സോഷ്യൽ മീഡിയയിലും കാണുന്ന ഓരോ കാര്യങ്ങൾ, പാറക്കുണ്ടിൽ പോയിട്ട് ഉമ്മൊടുക്കൽ, അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്താ കാലം പോയ പോക്ക് മക്കളെ, സഹിക്കാനും പൊറുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളെ മക്കൾ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സ്കൂൾ പറഞ്ഞാക്കണത് പഠിക്കാനാണ്, ചിന്ത ബോധത്തോടെ വളർത്തണം.
എന്നിട്ട് ഇവർ അലമ്പുണ്ടാക്കിയിട്ട് ക്ലാസ്സൊക്കെ പൊട്ടിച്ച് ടോർച്ചിക്കല് ചെറുക്കന്മാരാണെങ്കിൽ ചെറിയ ചെറിയ ചോട്ട ചെറുക്കന്മാരും ഉള്ളേ. അതിനാണ് എനിക്കാണെങ്കിലോ ഭയങ്കര തലവേദന ആയിരിക്കും ഇവരെ സംസാരം കേട്ടിട്ട്. ഇവരൊന്നും അച്ചടക്കം പാലിക്കണില്ല എന്ന് മാത്രം. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പൊന്നുമക്കൾ. അപ്പോൾ ഒന്ന് മുണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ കടകടാച്ച് ചിരിക്കുക. ആളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ആ കുട്ടികൾ അവിടെ കടന്ന് കാട്ടണ കൂലാമൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതോ പെൺകുട്ടികൾ, ആൺകുട്ടികളാണ് ഇപ്പോൾ നല്ല അച്ചടക്കത്തിൽ നടക്കുന്നത്. ആൺകുട്ടികളെ സമ്മതിക്കണം, അവരെന്തോ ഒരു സ്റ്റൈലും കാര്യത്തിലാണ്. ഈ പെൺകുട്ടികളാണ്, ഞാനൊരു പെണ്ണാണ്, ഞാനും ഓരോ സ്ഥാനം കഴിഞ്ഞു വന്നവരാണ്, എന്നാലും പോലും അച്ചടക്കം പാലിക്കുന്നില്ല. മറ്റുള്ളവരെ പരിഹസിച്ചിരിക്കുക. എന്നിട്ട് അത് ഓരോ അവകാശമാണെന്ന് തള്ളിത്തരരുത്. തെറ്റ് കണ്ടാൽ തിരുത്തിയിരിക്കണം. അതാരായാലും പോലും, പെണ്ണുങ്ങളായാലും ആളായാലും അച്ചടക്കമാണ് ഇവിടെ പൊക്യം. മറ്റുള്ളവരെ ഉപദേശിക്കല, മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം, നോട്ടവും ഭാവവും ഒളിച്ചളി കളിക്കുക. അത് ഒരു ഹോട്ടലിൽ ചെന്നിട്ടാണ് ഈ കാട്ടുന്നതെങ്കിൽ അപ്പോൾ സ്കൂളിലും മദ്രസയിലും പഠിക്കുന്നത് എന്തായിരിക്കണം? ഒരാളെ സ്നേഹിക്കാനല്ല, ഒരാളെ കളിയാക്കാനാണോ പഠിച്ചിരുന്നത്? അപ്പം മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ഇന്നെ കളിയാക്കണേ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോൾ അധികം സംസാരിക്കട്ടോ. എനിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കണം. അപ്പം ഞാൻ അധികം സംസാരിച്ചിട്ട് അവർ പാറ ചേർക്കുക. അപ്പം എൻ്റെ വീഡിയോയിൽ എടുക്കണ്ടെന്നുള്ളതിലാണ് അവർ ഇത് ഇങ്ങനെ കാട്ടണം കേട്ടോ. എനിക്കത് മനസ്സിലായിട്ടോ. അപ്പം ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കിച്ചാ എത്ര 10-15 കുട്ടികളുണ്ട്. ഒരു അച്ചടക്കമൊന്നും പറഞ്ഞില്ല, ഒരു സംസ്കാരം പഠിച്ച് തൊട്ട് നീട്ടിയിട്ടില്ല ഇപ്പം മക്കൾക്ക്. ഇപ്പം ആണുങ്ങൾ പെണ്ണുങ്ങൾ ഏതാണെന്ന് അറിയണില്ല, അതേ അവസ്ഥയിലാണ്. ഇപ്പം നാളെ വളപുരത്തൊരു പെൺകുട്ടി, എന്തിനാ പറയണത്, ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും മുട്ടിൻ്റെ മേലുള്ള ഡ്രസ്സാണ് ഇട്ട് നടക്കുന്നത്. നാണക്കെട്ട ഉറുപ്പ് പോലും തോന്നും. കാലിൻ്റെ മുട്ട് കീറി, എന്നാൽ പിന്നെ അത് ഒക്കെ അയച്ചിട്ട് നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു ഞാൻ. അമ്മാതിരി കോലത്തിലാണ് മക്കളെ ഇപ്പോഴത്തെ പോക്ക് എന്നറിയോ. ഇത് കിയാമത്ത് നാൾ എടുക്കാനായിരിക്കണം, അതിൻ്റെ സൂചനയാണ് ഇതൊക്കെ. അപ്പം മക്കളെ ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബർ കൊടുക്കുക, കമൻ്റ് കൊടുക്കണേ. ഞാൻ